എന്താ അളിയാ? നീ ഇതൊന്ന് വായിച്ചേ. ഫ്രം വിഷ്ണു ജി മേനോൻ, USA. അതാരാ? ഈ വീടിന്റെ ഉടമസ്ഥനാ. പ്രിയപ്പെട്ട മത്തായി ചേട്ടന്, കുറച്ചു കാലം കത്തയക്കാതിരുന്നതിന്റെ പരിഭവം കാണും. ആ പരിഭവം മാറ്റാൻ ഞാൻ ഉടനെ എത്തുന്നു. ഞാൻ വന്നതിന് ശേഷം മത്തായി ചേട്ടന് ഭാര്യയും കുട്ടികളെയും കാണാൻ പോകാം. എനിക്ക് വേണ്ടി വീട് എങ്ങനെ ഒരുക്കണമെന്ന് ഞാൻ മത്തായിച്ചനോട് പറയേണ്ട കാര്യമില്ലല്ലോ. പതിവ് പോലെ ഒരു കാർ നോക്കി വെക്കണം. 20-ാം തീയതി ഞാൻ അവിടെ എത്തുന്നതാണ്. ശേഷം കാഴ്ചയിൽ സ്വന്തം വിഷ്ണു. അളിയ, എന്നെ പുറത്താക്കുവോ? സ്നേഹമുള്ളവനാ വിഷ്ണു. ഞാൻ പറഞ്ഞ എന്തും അനുസരിക്കും. കൊച്ചു കുട്ടികളുടെ സ്വഭാവ. പുള്ളി കാറ് കണ്ടിട്ടില്ലേ? എന്തിനാ കാറ് നോക്കി വെക്കുന്നേ? വാങ്ങാൻ. 2 വർഷത്തിലൊരിക്കലാ വരുന്നത്. വന്നു കഴിഞ്ഞാൽ അപ്പൊ ഒരു കാറ് വാങ്ങിക്കും. പോകുമ്പോ വിൽക്കുകയും ചെയ്യും. അതാ പതിവ്. ഒറ്റയ്ക്കാണോ വരുന്നത്? പിന്നല്ലാതെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ മറ്റേ സ്വഭാവം വിഷ്ണുവിന്റെ അടുത്ത് കാണിക്കരുത്. മര്യാദക്ക് നിന്നാൽ വിഷ്ണു തിരികെ പോകുന്നവരെ നിനക്ക് ഇവിടെ നിൽക്കാം. മര്യാദക്ക് നിൽക്കുന്ന സ്വഭാവ പ്രയാസമാണ്. എങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. 2-3 മാസക്കാലത്തെ പ്രശ്നമല്ലേ ഉള്ളൂ. അമേരിക്കയിലാണെങ്കിലും വിഷ്ണുവിന് നാടൻ ഭക്ഷണമാണ് ഇഷ്ടം. ആണോ? എന്നാൽ അത് അളിയൻ തന്നെ ശരിയാക്കണം. ഞാനോ? അതെ. കുറെ കാലമായി ഇവിടെ ദേഹമനങ്ങാതെ നിന്ന് തിന്നുവല്ലയോ, മെഴാന്നല്ലേ ഇരിക്കുന്നത്. പിന്നെ ഈ വീടെല്ലാം തുടച്ച് വൃത്തിയാക്കിയിടണം. 20-ാം തീയതി എങ്ങനെ വരും? അത് നാളെയല്ലേ? അതെ. എയർപോർട്ടിൽ പോണല്ലോ. പോണം. ഞാൻ കൂടി വരാം. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ അളിയൻ വിളിക്കാതെ തന്നെ ഞാൻ വരും. തൽക്കാലം ഞാൻ ഒന്ന് ഷേവ് ചെയ്യട്ടെ. പോ. ഒരു പെങ്ങളെ കെട്ടിച്ചു കൊടുത്തുണ്ടല്ലോ വേന. തങ്കപ്പച്ചേട്ടാ, ആരാടാ? അല്ല, വാസുവായിരുന്നു. നീ എന്തിനാടാ ഇങ്ങനെ ഇടന്ന് വിളിച്ചു പോകുന്നത്? ചേട്ടൻ എന്താ രാവിലെ എന്റെ മോള്? 2 ദിവസമായിട്ട് ഡോക്ടറെ വീട്ടിൽ സപ്ലൈ ഇല്ല. അത്രേ ഉള്ളൂ. ചേട്ടൻ ഇറങ്ങി വാ. എന്താടാ കാര്യം? നമ്മുടെ മുരുകന്റെ ഷാപ്പില് ആവി പറക്കുന്ന പുതിയ സാധനം വന്നിട്ടുണ്ട്. അവിടെ ജീപ്പ് നിറക്കുന്ന കണ്ടോണ്ടാ ഞാൻ വരുന്നേ. വേഗം വാ. നീ പൊയ്ക്കോ, ഞാൻ ഈ പണി തീർത്തിട്ട് വേഗം അങ്ങെത്താം. എഞ്ചിനീയർ സാർ നേരിട്ട് വിളിച്ചു പറഞ്ഞതാ. ചേട്ടാ, ഇപ്പൊ ചെന്ന നല്ല ചൂടോടെ വീശാം. പണി ചെയ്യാൻ ഒരു ഉഷാറും കിട്ടും. അത് നേരാ. 2 ദിവസം ഡോക്ടർ കറണ്ടില്ലായിരുന്നില്ലേ? ഇനി കുറച്ചു സമയം കൂടി അങ്ങേര് സഹിച്ചോളൂ. എന്നാലും ഇല്ല. ഇറങ്ങി വാ ചേട്ടാ. വേഗം ചെന്നില്ലെങ്കിലേ അവന്മാര് വെള്ളം ചേർക്കും. അത് നേരാ. ചൂട് സാധനം കഴിച്ചിട്ട് ഒരുപാട് നാളായി. അപ്പം വയറ്റിലോട്ട് ചെല്ലുമ്പോ ചേട്ടാ, ഇന്നു മുതൽ അവിടെ 200 മില്ലി അടിക്കുന്നവർക്ക് ഒരു മുട്ട ഫ്രീ ആയിട്ട് തരും. എങ്കിൽ ഇനി കഴിച്ചിട്ടേ ഉള്ളൂ. ഡോക്ടറെ പണി നോക്കട്ടെ. നീ പറഞ്ഞ സത്യമാ. കറണ്ടി പണി ചെയ്യുമ്പോ കുറച്ച് മറ്റം കൂടി അകത്തുണ്ടെങ്കിലേ ചെറിയ ഷോക്കൊന്നും ഏക്കില്ലടാ. അവിടെ അല്ലെ, ഇതെന്ത് ഭാവിച്ചോണ്ടാ? ഇതിനു മുമ്പ് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സന്ധ്യാസമയത്ത് കടയിൽ വന്ന് ബഹളം ഉണ്ടാക്കരുതെന്ന്. പിന്നെ എൻ്റെ ഭാര്യ ജാതിക്കാജാനുവിന് ഇത്തരം സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാനും ബുദ്ധിമുട്ടുണ്ട്. ശോഭയെ നല്ല നിലയ്ക്ക് കല്യാണം കഴിച്ചയക്കണമെന്ന് എൻ്റെ ആഗ്രഹം. പക്ഷേ അളിയനായിട്ട് അത് മുടക്കരുത്. അളിയനെ പോലെ അന്തസ്സില്ലാത്ത രീതിയിലല്ല ഞാൻ കുടുംബം പോറ്റുന്നത്, അറിയാവോ? നാരായണ, എന്താ? കടയിൽ പോ. സൗകര്യമില്ലെങ്കിലോ? ഈ 3 ലോറികളിൽ ഒന്നിലെ രഹസ്യക്കുള്ളിൽ സ്പിരിറ്റ് ആണ്. ഏതാണ് ലോറി? പറയാൻ. മെയിൻ റോഡ് വിട്ട് ഊടുവഴിയിലൂടെ വന്നാൽ ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചോ? ബോംബിന്റെ കാര്യത്തിൽ അജ്ഞാത ഫോൺ സന്ദേശം എപ്പോഴും തെറ്റാം. പക്ഷെ സ്പിരിറ്റിന്റെ കാര്യത്തിൽ ഒരിക്കലും തെറ്റാറില്ല. കാരണം അബ്കാരി കോൺട്രാക്ടേഴ്സ് പരസ്പരം വളരെ സ്നേഹത്തിലാണ്. 10 മിനിറ്റ് കൊണ്ട് എനിക്ക് കണ്ടുപിടിക്കാവുന്ന കേസാണ് ഞാൻ ചോദിക്കുന്നത്. കണ്ടുപിടിച്ചാൽ ആ ലോറി ഡ്രൈവർ മയ്യത്താകും. അത് ഒഴിവാക്കണം. കാസർഗോഡ് ഖാദർബായ്, ചന്തക്കാട് വിശ്വൻ, പരോൾ വാസു, കീരിക്കാടൻ ജോസ്, ഇവരൊക്കെ ആരാണെന്ന് അറിയാമോ? അറിയാം സാർ, സിനിമാ നടന്മാർ. ബ്ലഡി റാസ്കൾ. കോഴിക്കോട് നഗരത്തെ കിടുകിടാവർപ്പിച്ച 4 റൗഡികൾ. ഈ റൗഡികളെ ഭയന്നാണ് ഇൻസ്പെക്ടർ ബൽറാം തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ വാങ്ങിപ്പോയത്. ആ ഒഴിവിലാണ് ഞാൻ വന്നത്. ഒരൊറ്റ രാത്രി കൊണ്ട് ഈ 4 റൗഡികളെയും ഞാൻ ഒതുക്കി. അന്ന് കോഴിക്കോട്ടുകാർ എനിക്ക് ടോമനെ പേരാണ് ജാക്കി ചാൻ. കോൺസ്റ്റബിൾസ്, ചെക്ക് ദ ലോറീസ് 1 by 1. അല്ലോ. നീ ആ കാസർഗോഡ് കാദർബായുടെ ആളല്ലേ? അയ്യോ അല്ല. പിന്നെ ഞാൻ കാഞ്ഞങ്ങാട് കരിമ്പായിയുടെ ആളാ. ഓഹോ, അങ്ങനെയും ഉണ്ടോ അധോലോക നായകൻ? കോൺസ്റ്റബിൾ, നോട്ട് ദാറ്റ് നെയിം. നിനക്ക് ഡോളർ ബിസിനസ് ഉണ്ടല്ലേ? എന്റെ കർത്താവ്, ഇല്ലേ ഇല്ല. പിന്നെ നീ ഇപ്പോൾ ഇവിടെ അമേരിക്ക? മൈ ഗോഡ്, അമേരിക്ക. പറയൂ. വരുന്നു.
വിഷ്ണു അത് നിന്റെ ആരാ? എന്റെ ആരുമല്ല, ഏ? അദ്ദേഹത്തിന്റെ കാര്യസ്ഥന്റെ അളിയനാണ് ഞാൻ. അദ്ദേഹം വരുന്നോണ്ട് സ്വീകരിക്കാൻ വന്നതാ. സത്യമാണോ നീ പറയുന്നത്? സത്യം സത്യം. സത്യം. ഏതായാലും അടുത്ത കുറച്ച് ദിവസം നീ എന്റെ നിരീക്ഷണത്തിലായിരിക്കും. Come on. ഈ വീട് ഇങ്ങനെ കിടക്കുന്നുണ്ട്, ഞാനും എന്റെ അളിയനും ഒക്കെ ജീവിച്ചു പോണു. അല്ല തോമസ് കുട്ടിയുടെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. അത് ഞാൻ പറയാം. ഒറ്റ തടിയാ, ട്രാൻസ്പോർട്ടിലെ ഡ്രൈവറാ. ഓവർ സ്പീഡിന് സസ്പെൻഷനിലാണ്, ഉടനെ കയറും. അളിയൻ ഇവിടെ ഒറ്റയ്ക്കാണല്ലോ, സഹായത്തിന് ഞാനിങ്ങി പോന്നു. ഇവിടുത്തെ ജോലികളെല്ലാം ചെയ്യുന്ന ഞാനാ. തോട്ടം നനയ്ക്കല്, തറ തുടയ്ക്കല്, പാചകം. ഞാൻ ഇവനോട് പറഞ്ഞതാ, ത്രേസ്യാമ്മക്കും മക്കൾക്കും കൂട്ടായി അങ്ങ് വീട്ടിൽ നിന്നോളാൻ. ചുമ്മാതാ. സംഗതി പെങ്ങടെ വീടാണെങ്കിലും എന്തെങ്കിലും ജോലി ചെയ്ത് ആഹാരം കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല. പക്ഷെ എന്റെ അളിയൻ അങ്ങനല്ല, ചുമ്മാ തിന്നും. അതെന്തുവാ ഇതെന്താ, പണക്കിഴിയാണോ? പടക്കഴിയൊന്നുമല്ല, റോയൽ സല്യൂട്ട് വിസ്കി. അയ്യോ, ഇത് കണ്ടോ, ഇവിടെങ്ങും കണി കാണാൻ കിട്ടാത്ത പുള്ളിയാ റോയൽ സല്യൂട്ട്. റോയൽ ഫാമിലിക്കാർക്ക് വേണ്ടി മാത്രം ഉള്ളതാണ്, അതുകൊണ്ട് ഞാൻ മാത്രം കഴിക്കുന്നു. ആഹാ, നല്ല അസല് വണ്ടി. സെക്കൻഡ് ഹാൻഡ് ആണെന്ന് പറയേയില്ല. ഒരു അമേരിക്കൻ ഷേപ്പ് ആൻഡ് ഗെറ്റപ്പ്. നിനക്ക് കാറിനെ പറ്റി എന്താ അറിയാം? കുഞ്ഞെ, കട്ടപ്പുറത്തിരിക്കുന്ന ബസ്സിനെ പറ്റിയാണ് ഇവനൊരു പുസ്തകം എഴുതും. അളിയൻ തമാശ പറയരുത്, കരഞ്ഞു പോവും. ആ കീങ് ആ കാർ ഇഷ്ടപ്പെട്ട കുഞ്ഞെ? ഇനി ഒന്ന് ഓടിച്ചു നോക്കിയാലും ഇവന്റെ കണ്ടീഷൻ അറിയാൻ പറ്റും. ആ തോമസ് കുട്ടി ഓ വാ. ആ അളിയാ, ഞങ്ങളൊന്ന് കറങ്ങിയേച്ച് വരാം. വരുമ്പോ നല്ല നാടൻ ആഹാരം ഉണ്ടാക്കി വെച്ചേക്കണമേ. ബെസ്റ്റ് കുക്കാണ് അളിയൻ. കോളേജിലെ വാച്ച്മാനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതും പോരാ, കോടതി വളപ്പിനകത്തിട്ട് പത്രക്കാരും വക്കീലന്മാരും തല്ലിച്ചതച്ചില്ലേ? സസ്പെൻഷനും സൽമാനും ഒക്കെ വാങ്ങിച്ചോട്ടെ. അതിനുവേണ്ടി പോലീസ് അസോസിയേഷന്റെ പേരിൽ രഹസ്യയോഗം കൂടാനോ പ്രതിഷേധിക്കാനോ എന്നെ കിട്ടൂല. നിങ്ങൾ എന്നെ പുറത്തായിക്കോ. ഞാൻ നിങ്ങൾ അസോസിയേഷൻ കണ്ടിട്ടൊന്നല്ല പോലീസിൽ ചേർന്നത്. പോയി പോയോക്കണം അവിടുന്ന്. എടോ, ഇതുപോലെ മേലുദ്യോഗസ്ഥന്മാരോട് സംസാരിക്കാൻ കഴിവുള്ള ഒരു പോലീസ് SI കേരളത്തിലുണ്ടോ? ഇല്ല. ഉണ്ട്. അതാണ് അബ്ദുൽ ജബ്ബാർ. ജാക്കി ഞാൻ സാർ. യെസ് സാർ, കരണ്ട് തകപ്പിന് ഇടിച്ചു വന്നത് ഒരു കോൺഗ്രസ് കാറാണെന്ന് അയാളുടെ ശരീരത്തിലെയും വസ്ത്രത്തിലെയും ടയറിന്റെ അടയാളത്തിൽ നിന്ന് മനസ്സിലായി. ഇതെങ്ങനെ താൻ അറിഞ്ഞു? ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുണ്ട് സാർ. ബ്ലഡി ഫൂൾ. ഞാൻ കാണുന്നതിന് മുമ്പ് ഈ റിപ്പോർട്ട് വായിക്കാൻ തന്നോട് ആര് പറഞ്ഞു? കയ്യിൽ കിട്ടിയപ്പോ കൈ കിട്ടിയാൽ എന്തും വായിക്കൂ. എന്തും വായിക്കില്ല. മംഗളം കന്യക മാത്രമേ പൂമ്പാറ്റ. Get out. പോകുന്നു. പോകാൻ. 4 തവണ ഞാൻ ഓഫീസിലേക്ക് വിളിച്ചു. വക്കീല് തിരിച്ചു വിളിച്ചില്ല. എന്താ കാര്യം? അത് അല്പ തിരക്കുണ്ടായിരുന്നു. അല്ല, 2 കേസ് വിധിയായത് ഞാൻ അറിഞ്ഞു എന്ന് വക്കീലിന് മനസ്സിലായി. 2ഉം ഞാൻ ഇടപെട്ട് രക്ഷപ്പെടുത്തിയ കേസ്. കിണറ്റിൽ ചാടി കാലൊടിഞ്ഞവനെ കാറിടിച്ചതാക്കി. ആ കാർ ഏർപ്പാട് ചെയ്തതും ക്രിമിനൽ കേസാവാതെ FIR എഴുതിയതും ആരാ? ഞാൻ. 2 കേസും വിധിയായി എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ചെക്ക് കിട്ടണ്ടേ? അവിടെ സമരമാണ്. പത്രത്തിൽ വായിച്ചില്ലേ? ഇന്നലെ ആ സമരം പിൻവലിച്ചത്. ഒരാഴ്ചക്കകം ചെക്ക് കിട്ടും. കിട്ടിയാൽ ഉടൻ ബാക്കി കാര്യം ഞാൻ പറയണ്ടല്ലോ ജബ്ബാറെ. സ്റ്റേഷനിൽ വെച്ച് പേര് വിളിക്കാതെ കോൺസ്റ്റബിൾസ് കേട്ടാൽ എന്റെ വീട്ടിൽ പോവും. ജബ്ബാറിന് ഇപ്പൊ എന്താ വേണ്ടേ? ജബ്ബാറിനെ ഞാൻ ജബ്ബാർ സാറേ എന്ന് വിളിക്കണം, അത്രയല്ലേ ഉള്ളൂ ജബ്ബാറിന്. വക്കീൽ എന്ത് പണ്ടാരം വേണമെങ്കിലും വിളിക്ക്. നമ്മുടെ പ്രശ്നം ഒരു കോൺഗ്രസ്സാണല്ലോ അല്ലേ? അതെ, എങ്ങനെയെങ്കിലും അത് കണ്ടുപിടിക്കണം. അതിനുള്ള ട്രെയിനിങ് ഒന്നും എനിക്കില്ല. നമുക്ക് നമ്മളെ പഴയ കളി കളിച്ചാൽ പോരെ വക്കീലെ. ഏതെങ്കിലും ഒരു കോൺഗ്രസ് ഒപ്പിക്കണം. അവിടെയല്ലേ കുഴപ്പം. കണ്ട ആപ്പ ഉപ്പയ്ക്കൊന്നും കോൺഗ്രസ് ഇല്ല. ഉള്ളവരാരും നമ്മുടെ ഈ തിരിമറിക്ക് കൂട്ടു നിൽക്കുകയുമില്ല. അപ്പൊ പിന്നെന്ത് ചെയ്യും? ഇടിച്ച ഒറിജിനൽ കോൺഗ്രസ് തന്നെ കണ്ടുപിടിക്കേണ്ടി വരും. അതിപ്പോ എവിടെ പോയി അന്വേഷിക്കാനാ? അതൊന്നും എനിക്ക് അറിയണ്ട. 5 ലക്ഷത്തിന്റെ ക്ലെയിമാ. 5 ലക്ഷം? അതെ സാർ, ഈ പ്രദേശത്ത് കോൺഗ്രസ് ആക്കാറുള്ളവരുടെ ഫുൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം. 2 ദിവസത്തിനകം റിപ്പോർട്ട് എനിക്ക് കിട്ടണം. അണ്ടർസ്റ്റാൻഡ്? യെസ് സർ. യു ക്യാൻ ഗോ. എങ്ങനെയുണ്ട്? സമ്മതിച്ചിരിക്കുന്നു. അതാണ് ജാക്കി ചാൻ അബ്ദുൽ ജബ്ബാർ. കഷ്ടം. എന്തോ ഇഷ്ടമായെന്ന്. ഈ വേഷത്തിൽ ചെന്നാൽ അളിയനെ എന്റെ പെങ്ങൾ തിരിച്ചറിയില്ല. നീ പോടാ അവിടുന്ന്. അവൾ എന്റെ എത്ര വേഷങ്ങൾ കണ്ടിരിക്കുന്നു. കേട്ട വിഷ്ണു, ഇവന്റെ പെങ്ങളാണെങ്കിൽ അവളൊരു സാധുവാ. അതുകൊണ്ടാണല്ലോ അളിയനെ അവര് സഹിക്കുന്നത് അല്ലേ? വിഷ്ണു വന്ന ദിവസം തന്നെ ഞാൻ പോണമെന്ന് വിചാരിച്ചതാ. പിന്നെ നിങ്ങൾ തമ്മിലൊന്ന് പരിചയിക്കോട്ടെ എന്ന് കരുതി. അളിയൻ ധൈര്യമായിട്ട് പൊക്കോ. ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അളിയനേക്കാൾ ഭംഗിയായിട്ട് ഞാൻ നോക്കണം അല്ലേ? കൂടിപ്പോയ 2 ആഴ്ച. എന്തിന് 2 ആഴ്ചയാക്കണം? 2 കൊല്ലം ആയിക്കോട്ടെ. ആവശ്യമുള്ളപ്പോ ഞാൻ അളിയനെ അവിടെ ഒന്ന് വിളിച്ചോളാം. അതുവരെ ഏറി കാണരുത് അല്ലേ വിഷ്ണു? രണ്ടുമല്ലോ. മത്തായി ചേട്ടൻ സാവധാനത്തിൽ വന്നാ മതി. ഇനി സംസാരിച്ചെന്നാ ബസ് കയറ്റും. ഞാൻ ഇറങ്ങട്ടെ. നില്ലേ, ഞാൻ കാറിൽ ബസ്സിൽ ഡ്രോപ്പ് ചെയ്യാം. കാർ വേണ്ട, കാർ 4 ടയറും പഞ്ചറായി വേണ്ട, കിടക്കാ. ഇവിടെ അടുത്തല്ലേ, ഞാൻ നടന്നു പോയിക്കോളാം. ആ പൊക്കോ. അല്ല, നമ്മൾ കാറിൽ കാറ് എന്നെ കൊണ്ടൊന്ന് പറയിക്കരുത്. എന്നെ വെള്ളം കുടിപ്പിച്ച് ഇറങ്ങുമല്ലേ? ഞാൻ പറഞ്ഞിട്ടില്ലേ കാർ പുറത്തിറക്കരുതെന്ന്. ആ ഞാനതങ്ങ് മറന്നുപോയി. ആണെന്നോയി. ജബ്ബാർ, ഇവിടെ അടുത്ത് തന്നെ വർക്ക്ഷോപ്പ് ഉണ്ട്. വേഗം കാർ നന്നാക്കി കൊണ്ട് കൊടുക്ക്. ഒരു ചാക്കി ചാൻ.
ഇതൊക്കെ ഇയാൾ ഭരിച്ചവനാ. എടോ തനിക്ക് മുഖ്യമന്ത്രിന്റെ മരുമോനെ കാർ എന്നെ പിടിക്കാൻ കിട്ടുള്ളൂ. പണ്ടാറടങ്ങാൻ തനിക്ക് വേറെ കാർ കാണിക്കാൻ പറ്റില്ലല്ലോ. അയ്യോ. എന്റെ കോണ്ടസാ, എന്താ തോമസ് കുട്ടി ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കുന്നു? കാറ്റുകൊണ്ട് സുഖിക്കാൻ. ഞാൻ പറഞ്ഞിരുന്നില്ലേ ഈ കാറ് പുറത്തിറക്കരുതെന്ന്. അതിനിപ്പോ എന്തുണ്ടായി? എന്തുണ്ടാകാൻ? ഞാൻ ഓടിയ ഓട്ടം ഒളിമ്പിക്സിലാരുടെ സ്വർണ്ണ മെഡലുകൾ വാരി വാരി എറിഞ്ഞേനെ. നീ കാര്യം എന്താന്ന് വെച്ചാ പറ. കറണ്ട് തങ്കപ്പനെ ഇടിച്ചു വന്നാണെന്നും പറഞ്ഞ് ആ SI ജബ്ബാർ ഒരു കോണ്ടസാ കാറ് പിടിച്ചു. ഞാൻ വിചാരിച്ചു നമ്മുടെ ഈ കാറാണെന്ന്. അത്രേ ഉള്ളോ? അപ്പൊ തോമസ് കുട്ടി നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറ. എനിക്ക് വിശ്വാസം വരുന്നില്ല. വരുന്നില്ലെങ്കിൽ വേണ്ട. പക്ഷെ വണ്ടി ഇങ്ങനെ ഇട്ടിരുന്നാലേ അതിന്റെ ബാറ്ററി വീക്കായി പോകും. ഓടി ഓടി എന്റെ ബാറ്ററി വീക്ക് ആയാലും വിഷ്ണുവിന് വേദനയില്ലല്ലേ? ഏതായാലും വണ്ടി എടുത്ത് ഷെഡിനകത്തിൽ പൂട്ട്. ആ പൂട്ട്. ആ, നിക്ക് 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 നിക്ക്. ഈ വണ്ടി കൊണ്ട് എവിടാ പോയത്? ശ്രീദേവിയെ കാണാൻ. അതിന് കോണ്ടസേ കയറി തന്നെ പോണോ? ഓട്ടോറിക്ഷ കയറി പോയാ പോരെ? കാളവണ്ടിയിലും പോവാൻ വേണമെങ്കിൽ.